ഹലോ, ഹായ് എല്ലാവർക്കും പള്ളത്ത് ഫാമിലി പുതിയ വീട്ടിലേക്ക് സ്വാഗതം ട്ടാ. പിന്നെന്താ പരിപാടി വെച്ചാല് നാളെ നമ്മുടെ നിബിധനാണ്. അപ്പൊ നിബിധന ആയതുകൊണ്ട് ഇന്നാണ് നമ്മുടെ നിബിധനം. അപ്പൊ നാളെ നിബിധന പരിപാടികളൊക്കെ നാളെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഒരുക്കങ്ങൾ ഇതാ ഉമ്മയും ഉപ്പയും എല്ലാവരും കൂടിയിട്ട് പിന്നെ വൈഫൊക്കെ കൂടിയിട്ട് ഇവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പയും ഉമ്മയും ഒക്കെ എല്ലാവരും കൂടിയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു വ്ളോഗാണ്, ചെറിയൊരു ഇതാണ്. നമുക്ക് അതിലൊക്കെ അങ്ങോട്ട് പോവാട്ടാ. വാ ഉമ്മ, എന്താ പരിപാടി? ആ ഉമ്മ അവിടെ ഭയങ്കര കിസടിയിലാണല്ലോ. ഇത് ഉണ്ണിനും കൊണ്ടിരിക്കുക ലഭിതനൊക്കെ അല്ലേ ഇപ്പൊ അരങ്ങോട്ടിരിക്കണ് മാല ബൾബിടുന്ന് ഒക്കെ ചെയ്യാണ്. പിന്നെ ഇപ്പൊ നാളത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കണം. പാല് കാച്ചലും ഒക്കെ കാച്ചി തണുക്കാൻ വെക്കണം. ഉപ്പ ഭയങ്കര ബിസിയല്ലപ്പാ. എന്താ പരിപാടി ഇവിടെ? അരങ്ങും നാളെ നബിയത്തിന് ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. നബിയത്തിന്റെ പരിപാടി ആയതുകൊണ്ട് ഫുള്ള് അരങ്ങും ബലൂണ് ഫുള്ള് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടപ്പ. ഇവിടെ കളിയൊക്കെ ഉണ്ട് നാളെ. അതെ, നാളെ നമുക്ക് ദഫ്മുട്ട്, നാളെ ദഫ്മുട്ട് ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ടല്ലോ. നാളെ ദഫ്മുട്ട് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടാ. അതിന്റെ മുന്നൊന്നും ഉണ്ടായിട്ടില്ല, വണ്ടി കയറാനൊക്കെ ബുദ്ധിമുട്ടായിട്ടേ. ഇപ്രാവശ്യം റോഡൊക്കെ കട്ട വിരിച്ച് ഇതൊക്കെ ആക്കിയപ്പോ ഇപ്രാവശ്യം കളിക്കണം എന്നൊരാഗ്രഹം. അതെ, അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒക്കെ നല്ല രീതിയിൽ റാഹത്താവട്ടെ കാര്യങ്ങളൊക്കെ അല്ലെ. പിന്നെ ഇക്ക ഇവിടെ ഇക്ക നല്ല പിടുത്തപ്പെട്ട പരിപാടിയാണ് കേട്ടാ. അപ്പോഴേ നാളെയാണ് നമ്മുടെ അവിടുത്തെ നബിദിനത്തിന്റെ റാലി. അപ്പൊ നിങ്ങളെ നാട്ടില് ഓരോരുത്തരുടെയും നാട്ടിൽ എങ്ങനെയാന്ന് പറഞ്ഞിട്ടാ. ഇന്നാണ് നമ്മുടെ നബിദിനം, നാളെയാണ് നമ്മുടെ റാലി. പിന്നെ മറ്റന്നാളാണ് നമ്മുടെ ഇവിടുത്തെ നബിദിന പരിപാടി. ഞായറാഴ്ച രാത്രി, ശനിയാഴ്ച റാലി, വെള്ളിയാഴ്ച നബിദിനം. അപ്പൊ നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് കമന്റിലൊക്കെ അറിയിക്കട്ടാ. പിന്നെ തലേദിവസത്തെ പരിപാടി എന്താ വെച്ചാൽ ഇതൊക്കെയാണ്: മാല ബൾബ്, ബലൂണ്, അരങ്ങ്, ഇതൊക്കെ നമ്മൾ സെറ്റാക്കി. പിന്നെ ഇന്ന് ഓണത്തെ പ്രമാണിച്ചിട്ട് എവിടെയും കടകളില്ല. പിന്നെ നാളെ സ്പെഷ്യലായിട്ടൊരു വീഡിയോ നമ്മുടെ പള്ളത്ത് ഫാമിലി വ്ളോഗില് വരുന്നുണ്ട് കേട്ടോ. നബിദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോ അത് അവിടെ എഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ കാണുന്ന ചാനലും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഒരുപാട് പേര് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എന്താ ഡെയിലി വ്ളോഗ്സ് ഒന്നും ചെയ്യാത്തൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനായിട്ട് നമ്മൾ തുടങ്ങിയൊരു ചാനലാണ് അത്. ഡെയിലി വ്ളോഗ്സും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും എല്ലാം അറിയുന്ന ഒരു ചാനലിന് വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, എന്താ പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കമന്റ് ഇടുക. ഉറപ്പായിട്ടും നിങ്ങളുടെ അവിടുത്തെ പരിപാടികളൊക്കെ എപ്പോഴാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ നമുക്ക് ഒരാഴ്ച ശേഷമായിരുന്നു നമ്മുടെ പരിപാടി. ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് വെള്ളി, ശനി, ഞായർ എന്നുള്ള രീതിക്കൊക്കെ ആയതിട്ടാ. അപ്പോൾ ഇവിടെ അരങ്ങിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമ്മുടെ അച്ചുവൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ അച്ചുകൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അതെ, അച്ഛന് നാളെ ട്രിപ്പ് ഉണ്ട് നെല്ലിയമ്പതി ഭാഗത്തേക്ക്. നാളെ ഓണപ്പരിപാടി, പക്ഷെ ഓണായതുകൊണ്ട് നാളെ ട്രിപ്പ് പോകണം അച്ഛല്ലേ. ഓണപ്പരിപാടി ഉണ്ട്, നാളെ ട്രിപ്പ് പോകട്ടാ. അച്ചു എന്റെ ഗ്യാങ് നാളെ ട്രിപ്പ് പോവാ. നെല്ലിയമ്പതി പോവാ. അപ്പൊ അച്ഛനെ നാളെ കാണില്ല. അവൻ ഫുൾ എന്താ ഓണം മൂഡ്, അതന്നെ, ഓണം മൂഡ്, പൊളി മൂഡ്, എൻജോയ്മെന്റ് ആയിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അല്ലേ. അപ്പൊ ഇവിടെ സാലി ഇവിടെ ഉണ്ട്, സിത്ത് ഇവിടെ ഉണ്ട്. സിത്ത് നമ്മുടെ ഷേസ് മോൾക്ക് കൂടെ കൊടുത്തോണ്ടിരിക്കാന്ന് കേട്ടാ. അപ്പൊ കണ്ടില്ലേ, ഫുള്ള് ബലൂണൊക്കെ വെറുപ്പിച്ചിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് പരിപാടികള് ഫുള്ള് ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട്. അരങ്ങെല്ലാം കെട്ടിയിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ കേട്ടാ. പിന്നെ പറയേണ്ട കാര്യം വെച്ചാല്, നമ്മളിത് ഈ എല്ലാവരും പറഞ്ഞൊരു സ്ഥിതിക്ക് അല്ലെ, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗ്, നിങ്ങൾ ഡെയിലി വ്ളോഗ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പള്ളത്തി ഫാമിലി വ്ളോഗിലാണ് നമുക്ക് നമ്മളെല്ലാ ഇടലും പിടിക്കലൊക്കെ ചെയ്യല്. അപ്പോ അതില് നമുക്ക് ഈ അഭിനയിച്ചിടുന്നതും കണ്ടന്റ് ക്രിയേറ്റർ അതും ഉണ്ട്, പിന്നെ വ്ളോഗ് ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് വ്ളോഗായിട്ട് സെപ്പറേറ്റ് നമ്മൾ ഇടുന്നതാണ്. കുറെ പേര് എൻക്വയറി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാനിങ് ഇട്ടിട്ട് ചാനൽ തുടങ്ങിയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി സപ്പോർട്ട് ചെയ്യാനുള്ളവരും ഇതിലോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം, അത്രമാത്രം. അതുപോലെ ഒരുപാട് പേര് ഹോം ടൂർ ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് റെഡി ആക്കാന്ന് മനസ്സിലുണ്ട്. അപ്പൊ തന്നെ ലൈവ് വരുമ്പോ മുന്നേ പറയണതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഉറപ്പായിട്ട് നമ്മൾ പറയും. അപ്പൊ നബിദിന തലേ ദിവസം പരിപാടി വീഡിയോ ആണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ നബിദിനമാണ്. അതിനുശേഷം കുട്ടികളുടെ പരിപാടി, അങ്ങനെയായിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉമ്മ എന്താണെന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയാനുള്ളത്? വിളിച്ചു നോക്കുന്നുണ്ട്.
എനിക്ക് എന്താ പറയാ നമുക്ക് നബിദിനം സന്തോഷം. സന്തോഷം. നാളെ ഇപ്പൊ എന്ത് കൊടുക്കുന്ന പ്ലാനിങ് നാളെ എന്ത് കൊടുക്കുന്ന പ്ലാനിങ് അപ്പൊ സ്വീകരണം? നമ്മള് എണ്ണക്കടികളൊക്കെ മാറ്റിയിട്ട് അതന്നെ സ്വീകരണത്തിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിലേ ചെറിയ കുട്ടികളല്ലേ മദർസിൽ പഠിക്കുന്ന ദഫുമുട്ടും ചെറിയ ചെറിയ കുട്ടികളാണ്. അപ്പൊ ഈ എണ്ണപ്പലഹാരം നിങ്ങൾക്ക് അറിയില്ല എത്രമാത്രം അപകടകരാന്ന്. അപ്പൊ ഇപ്രാവശ്യം ഇൻഷാല്ലാ എണ്ണക്കടികളും ഒന്നുമില്ലാതെ നമ്മളെല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഇല്ലേ 2 കിലോ 3 കിലോ വെച്ചിട്ട് ഏറ്റവും സെറ്റുള്ള ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന നമുക്ക് പറ്റിയ പോലെ എല്ലാ ഫ്രൂട്ട്സും നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ സാലിക്കുട്ടിയും അതുപോലെ സിത്തും നമ്മളെല്ലാരും ചേർന്നിട്ട് അത് നാളെ പുലർച്ചെ രാവിലെ നാളെയല്ലേ റാലി. അപ്പൊ രാവിലെ എണീറ്റ് കട്ടക്കാക്കി നിന്ന് നമ്മൾ അതിനൊരു എന്താ ഫ്രൂട്ട് കസ്റ്റർഡോ എന്താണ് കസ്റ്റർഡ് ഫ്രൂട്ട് കസ്റ്റർഡ് ആ സംഭവം ഉണ്ടാക്കുന്നത് ഇൻഷാല്ലാ. അത് നമ്മളൊരു വ്ളോഗ് എടുക്കും, നിങ്ങൾക്ക് കാണാട്ടാ. പറയാൻ എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ, അതുകൊണ്ട് ഫ്രൂട്ട്സ് സലാഡ് ABCD ആയതുകൊണ്ട് നമുക്കറിയാം. എനിക്ക് പറയാൻ കിട്ടില്ല ഇവര് പറയണ പോലെ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാ പറയുന്നത്, സലാഡ് പറയുമ്പോ അതെന്താ ചോദിക്കണേ. അപ്പൊ ഫ്രൂട്ട് കസ്റ്റർഡ്, അപ്പൊ അതാണ് നമ്മൾ നാളെ സെറ്റ് ആക്കാൻ പോകുന്നത്. നാളെ കുഞ്ഞു കുട്ടികളല്ലേ, വലിയവരായാലും അവർക്ക് വയറ്റിലേക്ക് കേടില്ല. അപ്പൊ നമ്മള് പുറത്തുനിന്നൊക്കെ വാങ്ങി എണ്ണ പലഹാരങ്ങളൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങി കൊടുക്കുമ്പോ അത് ചിലപ്പോ കുഞ്ഞു മക്കളല്ലേ, പറ്റില്ല വയറിലേക്ക്. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലുള്ള കാരണം നമ്മൾ എനർജി ആയിട്ടുള്ള ഭക്ഷണമാണ് നാളെ കൊടുക്കുന്നത് ഇൻഷാല്ലാ. നമുക്ക് ഈ വീഡിയോ പോസ്റ്റ് ആക്കി നാളത്തെ വീഡിയോയിൽ ഇൻഷാല്ലാ അത് ഉറപ്പായിട്ട് വരും. നാളെ നബിദിനം നാളെ തന്നെ ചിലപ്പോ ആ വീഡിയോ വരും. നിങ്ങൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാട്ടാ. കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാ തന്നെ ഇതുപോലെ ഉമ്മ കരയുന്നുണ്ട് കേട്ടോ, ഉമ്മ കരയുന്നുണ്ട്. അല്ല, കാരണം വെച്ചാല് ഇത് പുതിയതായിട്ട് കുറെ പേര് കാണുന്നവരുണ്ടായിരിക്കും അല്ലെ. നമ്മളെ അറിയുന്ന കുറച്ച് പേരുണ്ട്, അറിയാത്തവര് ഇത് ഈ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പള്ളത്ത് ഫാമിലി വ്ളോഗ് എന്നിട്ടൊരു ശരിക്കൊരു വ്ളോഗ് ഉണ്ട് നമുക്ക്. അതില് ഏകദേശം നിങ്ങളുടെയൊക്കെ എന്താ പറയാ സപ്പോർട്ട് കൊണ്ട് ഒരു 2 lakhന്റെ അല്ലെ 2K നമുക്ക് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്ക് 2 ലക്ഷത്തിന്റെ അടുത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫാമിലീസ് ഉണ്ട്. പിന്നെ നമുക്ക് വ്ളോഗും അതുപോലെ തന്നെ നമ്മള് കൂടുതലും ഒരു ഷോർട്ട് വീഡിയോസ് പോലെയൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഇടില്ലേ. പക്ഷെ വ്ളോഗും അതുകൂടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതില്. അപ്പോഴാണ് ഇൻഷാല്ലാ നമുക്കെന്നാ ഒരു വ്ളോഗിന് മാത്രമായിട്ട് ഒരു വീഡിയോ. പിന്നെ ഒരുപാട് പേര് എനിക്ക് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഡെയിലി വീഡിയോസ് ഒക്കെ ഒന്നും ഇടാത്തെ, അല്ലെങ്കിൽ ഡേ ടു ഡേ ഹോം ടൂർ വീഡിയോസ് അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ Q&A കുറെ പേര് ചോദിച്ചിട്ടാണ് നമ്മൾ Q&A ഒരു വീഡിയോ തന്നെ ഇട്ടത് ഇൻഷാല്ലാ. അപ്പൊ നമ്മളിത് പതുക്കാണ്ട് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വീഡിയോയിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പൊ ഇൻഷാല്ലാ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ നമ്മളിനി ഡെയിലി ഇതില് ഓരോ ബ്ലോഗ് ഉണ്ടാവും. അതെ, അപ്പൊ ഇൻഷാല്ലാ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ.